വരാം. എൻ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ ഇപ്പോൾ പോലീസ് സ്റ്റേഷന് സമീപം മുദ്രാവാക്യങ്ങളുമായി നിലയുറപ്പിച്ചിരിക്കുന്നു. പ്രതിഷേധമാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ അരങ്ങേറുന്നത്. ആ തത്സമയ ദൃശ്യങ്ങളാണ്. ഇന്ത്യസ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ഇന്ത്യസ് വലിയ പ്രതിഷേധമാണ് അരങ്ങേറുന്നത് അല്ലേ? മോത്തി വൈദ്യപരിശോധന പൂർത്തിയാക്കി ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യലിനായിട്ട് ഇപ്പോൾ എൻ സുബ്രഹ്മണ്യനെ എത്തിച്ചിരിക്കുകയാണ്, പോലീസ് ജീപ്പിൽ എത്തിച്ചിരിക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ ചേവായൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ നടക്കുന്നത്. അവിടെ പോലീസ് സ്റ്റേഷന് മുൻപിൽ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. DCC അധ്യക്ഷൻ പ്രവീൺകുമാർ അടക്കം നേരത്തെ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇതിൽ കോൺഗ്രസിന്റെ അടക്കം സമുന്നതരായ നേതാക്കളടക്കം പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നതോടെ ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ തന്നെ ഇപ്പോൾ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എൻ സുബ്രഹ്മണ്യൻ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടെ ഇപ്പോൾ പുറത്ത് പറയുകയാണ്. അതായത് രാവിലെ വളരെ നേരത്തെ തന്നെ കുരുവട്ടൂരിലെ വീട്ടിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോലീസ് സംഘം എത്തുന്നു. അദ്ദേഹത്തെ പ്രാതൽ കഴിക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു ഉന്നത നേതാവ് ഫോണിൽ ബന്ധപ്പെട്ടു, പോലീസിനെ ഉന്നത ഉദ്യോഗസ്ഥനെ ഫോണിൽ ബന്ധപ്പെട്ടു. അങ്ങനെ ഫോണിൽ ബന്ധപ്പെട്ടതിന് പിന്നാലെയാണ് അങ്ങനെ നടപടിയുമായിട്ട് മുന്നോട്ട് പോയത്. പ്രാതൽ കഴിക്കാൻ സമ്മതിച്ചില്ല, BP-യുടെ മരുന്ന് കഴിക്കാൻ സമ്മതിച്ചില്ല. ഇതൊന്നും സമ്മതിക്കാതെയാണ് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത് എന്ന് പറയുന്നു. അതിനിടയ്ക്ക് തനിക്ക് BP ലോ ആയി, BP-യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ടാണ് ആശുപത്രിയിലടക്കം കുറെ സമയം ചിലവായത് എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമ്പോൾ പോലും കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാര്യം. അതിൽ തന്നെ കോൺഗ്രസിന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് ഇന്ന് ഇടതുപക്ഷത്തിന്റെ പേര് പറഞ്ഞ് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വരുമ്പോൾ അത് ഷെയർ ചെയ്തതിന്റെ പേരിൽ, ഫേസ്ബുക്കിൽ വന്ന ഒരു ഫോട്ടോ ഷെയർ ചെയ്തതിന്റെ പേരിൽ ശ്രീ എൻ സുബ്രഹ്മണ്യൻ, രാഷ്ട്രീയകാര്യ സമിതി അംഗമായ എൻ സുബ്രഹ്മണ്യനെ അതിരാവിലെ അദ്ദേഹം എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീട്ടിൽ വന്ന് കൊടും കുറ്റവാളിയോടെന്ന പോലെ പെരുമാറി അദ്ദേഹത്തിന് പ്രാഥമിക കർമ്മം പോലും നിർവഹിക്കുവാൻ സുപ്രീം കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് ഏതൊരാളെയും അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പ്രാഥമിക കർമ്മം ചെയ്യുന്നതിന് സൗകര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാതെ, പ്രാതൽ കഴിക്കാൻ അനുവാദം കൊടുക്കാതെ, അദ്ദേഹത്തിൻ്റെ മരുന്ന്, അദ്ദേഹം BP-ക്കൊക്കെ മരുന്ന് കഴിക്കുന്ന ആളാണ്, മരുന്ന് കുടിക്കാൻ പോലും അനുവാദം കൊടുക്കാതെ കൊടും കുറ്റവാളിയോടെ, തീവ്രവാദിയോടെന്ന പോലെ അറസ്റ്റ് ചെയ്ത നടപടി ആർക്ക് വേണ്ടിയാണ് പോലീസ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുണ്ട്. ഇത് ഒരു എൻ സുബ്രഹ്മണ്യനിൽ ഒതുക്കാൻ കഴിയില്ല. ലക്ഷോപലക്ഷം ആളുകൾ ഇന്നും നാളെയുമായി ഈ ഫോട്ടോയും ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും ശബരിമലയിലെ സ്വർണ്ണക്കള്ളയെയും കുറിച്ചുള്ള എല്ലാ വാർത്തകളും ഇന്നു മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ട് പ്രതിഷേധിക്കുക ചെയ്യും. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലക്ഷോപലക്ഷം കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്യാനുള്ള തൻ്റെ ഇടം കാണിക്കണം. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതേ ഫോട്ടോ നവംബർ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ എന്തേ പിണറായി വിജയൻ്റെ പോലീസ് അനക്കമില്ലാതായിപ്പോയി? എന്തേ പിണറായി വിജയൻ മുണ്ടാതിരുന്നു? അപ്പോൾ ഇത് BJP-യും CPM തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് കൂടിയാണ് എന്നെനിക്കറിയാം. ഇവിടെ പോലീസ് ഏമാമാരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഇത് തുള്ളുമ്പോൾ, പ്രിയപ്പെട്ട പിണറായി വിജയൻ തുള്ളുമ്പോൾ, തുള്ളാനിരുന്നാൽ 3 മാസമേ നിങ്ങൾക്ക് തുള്ളാൻ കഴിയൂ എന്ന് നിങ്ങൾ ആലോചിക്കണം. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് ഇവിടെ വലിയവനാകാൻ ആഗ്രഹിക്കുന്ന ഏത് പോലീസുകാരുണ്ടെങ്കിലും അവനെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഈ പോലീസ് വളപ്പിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ. കേസ് പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം മുഖ്യമന്ത്രി നിൽക്കുന്ന ചിത്രങ്ങൾ AI ദൃശ്യങ്ങളാണ്, അതാണ് പ്രചരിപ്പിച്ചത്. അപകീർത്തികരമായി അത് പ്രചരിപ്പിച്ചു, കലാപാഹ്വാനം നടത്തി തുടങ്ങിയ കാര്യങ്ങൾ ആരോപിച്ചാണ് ഇപ്പോൾ എൻ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.